ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജും ദീപിക പത്രവും തമ്മിലുള്ള തർക്കം പുതിയ തലങ്ങളിലേക്ക്. സഭയുടെ മുഖപത്രമായ ദീപികയ്ക്കെതിരെ താൻ ഉന്നയിച്ച വിമർശനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അത് സഭയ്ക്കെതിരായ നിലപാടല്ലെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദീപിക പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്ന എല്ലാ വാർത്തകളും ലേഖനങ്ങളും സഭയുടെ ഔദ്യോഗിക നിലപാടുകളല്ല എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് താൻ ശ്രമിച്ചതെന്ന് ഷോൺ പറഞ്ഞു. പത്രത്തിന്റെ എഡിറ്റോറിയൽ പോളിസിയിൽ നിക്ഷേപകർ അനാവശ്യമായി ഇടപെടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സഭയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ട പത്രം ചില വ്യക്തികളുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗപ്പെടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ബി.ജെ.പിക്കെതിരെ ദീപികയിൽ വന്ന വാർത്തകൾ ക്രൈസ്തവ സമൂഹത്തെ വേദനിപ്പിക്കുന്നതായിരുന്നു. സഭയുടെ പിതാക്കന്മാരുടെ പേര് ദുരുപയോഗം ചെയ്ത യു.ഡി.എഫിന് വേണ്ടി വിടുപണി ചെയ്യുകയാണ് പത്രത്തിലെ ചിലരെന്നും ഷോൺ ആരോപിച്ചു. കോൺഗ്രസ് പരസ്യങ്ങൾക്കും താൽപര്യങ്ങൾക്കും പത്രത്തിൽ അമിത പ്രാധാന്യം ലഭിക്കുന്നത് സഭാംഗങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ക്രൈസ്തവ സഭകളെയും വിശ്വാസികളെയും ബി.ജെ.പിയുമായി അടുപ്പിക്കുക എന്ന ദൗത്യമാണ് പാർട്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ചുമതല താൻ ഭംഗിയായി നിർവഹിക്കും. രാഷ്ട്രീയ ലാഭങ്ങൾ നോക്കാതെ ഇന്നും കത്തോലിക്ക സഭയ്ക്കൊപ്പം നിലകൊണ്ട ചരിത്രമാണ് പി.സി. ജോർജിനുള്ളതെന്നും തന്റെ നിലപാടുകളും ആ വഴിക്കാണെന്നും ഷോൺ കൂട്ടിച്ചേർത്തു. സഭയുടെ ആശങ്കകൾ കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. സഭയുടെ അഭ്യർത്ഥന മാനിച്ചാണ് FCRA നിയമത്തിലെ ഭേദഗതികൾ ചർച്ചയ്ക്കായി മാറ്റിവെച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഈ ക്രിയാത്മകമായ സമീപനത്തിൽ സഭാ നേതൃത്വത്തിന് സംതൃപ്തി ഉണ്ടെന്നും ചർച്ചകൾക്കായി സഭയുടെ പ്രതിനിധി സംഘം ഉടൻ ദില്ലിക്ക് പോകുമെന്നും അദ്ദേഹം അറിയിച്ചു. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ പ്രസ്താവനകളെ ഷോൺ ജോർജ് സ്വാഗതം ചെയ്തു. പിതാവ് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തവും കൃത്യവുമാണ്. ഒളിച്ചും പാത്തും നിലപാടുകൾ പറയേണ്ട കാലം കഴിഞ്ഞു. സഭയുടെ വോട്ടുകൾ ബി.ജെ.പിക്ക് അനുകൂലമായി മാറുന്ന ഒരു കാലഘട്ടമാണ് വരാനിരിക്കുന്നതെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ദീപിക പത്രത്തിന്റെ നിക്ഷേപകരെക്കുറിച്ചും സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും സഭയുടെ മക്കൾക്ക് അറിയാൻ അവകാശമുണ്ട്. സഭയുടെ പേരിലുള്ള പത്രത്തിൽ വരുന്ന വാർത്തകൾ സഭയുടെ നിലപാടാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഒഴിവാക്കണം. പത്രത്തിനുള്ളിലെ രാഷ്ട്രീയ കളികൾ അവസാനിപ്പിക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. സഭയുടെ ഉന്നത നേതൃത്വവുമായി താൻ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. തന്റെയും പാർട്ടിയുടെയും ഭാഗത്തു നിന്നുള്ള വിയോജിപ്പുകൾ മാന്യമായ രീതിയിൽ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സഭയും ബി.ജെ.പിയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്ന ചില നിക്ഷിപ്ത താൽപര്യക്കാരാണ് ഇത്തരം വിവാദങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ദീപിക പത്രം സ്വീകരിച്ച ഏകപക്ഷീയമായ നിലപാട് വരും ദിവസങ്ങളിലും ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. ഷോൺ ജോർജിന്റെ കടുത്ത നിലപാടുകൾ ബി.ജെ.പി. സഭാബന്ധത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. സഭയുടെ ഔദ്യോഗിക നിലപാടും ദീപികയുടെ നിലപാടും വെവ്വേറെയാണെന്ന് സ്ഥാപിക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. വിമർശനങ്ങൾ പത്രത്തിനെതിരെ മാത്രമാണെന്നും സഭയുടെ പിതാക്കന്മാരെ താൻ ആദരവോടെയാണ് കാണുന്നതെന്നും ഷോൺ ജോർജ് ആവർത്തിച്ചു. പത്രത്തിന്റെ നയങ്ങളിൽ മാറ്റം വരുത്താൻ സഭ തയ്യാറാകണമെന്ന പരോക്ഷമായ താക്കീതും അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ടായിരുന്നു. സഭയുമായുള്ള സഹകരണം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബി.ജെ.പിയുടെ തീരുമാനം.